ഓക്കെ, ഇപ്പോൾ നമ്മൾ CUT-PG, നമ്മൾ മൊത്തത്തിൽ CUT-PGയുടെ ഒരു ഔട്ട്ലൈനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ CUT-PG എന്താണെന്ന് പറയും. പിന്നെ നമ്മൾ COQP-11 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ COQP-11 എന്താണ്, അതുപോലെ പേപ്പർ കോഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ CUT-PG എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ നാട്ടിൽ എത്ര തരം കോളേജുകളുണ്ട്? നമ്മുടെ നാട്ടിൽ MG യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്, അങ്ങനെ ഒത്തിരി യൂണിവേഴ്സിറ്റികളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സെൻട്രൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. നമ്മളുടെ 42 തരം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതിനെല്ലാത്തിനും കൂടിയിട്ട് ഒരു എൻട്രൻസ് എക്സാം വെക്കുകയാണ്. അതിൻ്റെ പേരാണ് CUET എക്സാം, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇത് നടത്തുന്നത് NTA ആണ്. ഓക്കെ, ഇതിൽ 75 ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം ശരിയായാലും 4 മാർക്ക് കിട്ടും, ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്കാണ് നെഗറ്റീവ് മാർക്ക്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, CUT-യുടെ കാര്യങ്ങൾ. പിന്നെ നമ്മളതിൽ ഓരോന്ന് ഡിസ്കസ് ചെയ്യും. നമ്മൾ എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം, അതിന് മുന്നേയായിട്ട് ചെറിയൊരു കാര്യം, നമ്മൾ ഏതൊരു എക്സാം ആയാലും, ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു കോമ്പറ്റീഷൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണല്ലോ. അപ്പോൾ ഇതിൽ MCQ ആണുള്ളത്. ABCD എന്ന് പറയുന്ന 4, അതായത് 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ 2 എന്തായാലും തെറ്റാണെന്ന് നമുക്കറിയാം. ഓക്കെ, C or D അല്ലെങ്കിൽ A or B ഇങ്ങനെയൊക്കെ ശരിയുള്ളൂ, ബാക്കി 2 എന്തായാലും തെറ്റാണ്. ആ കണ്ടീഷനിൽ നമ്മൾ എന്തായാലും അത് ആൻസർ ചെയ്യണം. അത് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോവാണ്. അതായത് 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ A അല്ലെങ്കിൽ B ശരിയാണ്, നമുക്ക് 2 എന്താണ് തെറ്റാണെന്ന് ഉറപ്പുള്ള സാഹചര്യമാണ്. പക്ഷെ 2 ശരിയാണെന്ന് നമുക്കറിയാം, പക്ഷെ അതിൽ ഏതാണെന്ന് നമുക്കറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, 1, 2, 3, 4, 5. അപ്പോൾ എല്ലാവരും ഒന്ന് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ഇട്ടു. എങ്ങനെയാണ് കറക്കി കൂത്താൻ പോകുക? നമ്മുടെ നാട്ടിൽ പറയില്ലേ പണ്ട്, നമ്മൾ കറക്കി കൂത്താൻ പോവാണെന്ന് പറയില്ലേ, ആ ഒരു പരിപാടി. നമ്മൾ എന്താ ചെയ്യാൻ പോവാണ്? ഈ 1, 2, 3, 4, 5 നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കറക്കി കൂത്താൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കറക്കി കുത്തിക്കോ. ഇതിൽ സിയും ഡിയും തെറ്റാണെന്നുള്ള നമുക്ക് ഉറപ്പാണ്. എയും ബിയും ഇതിൽ ഏതോ നമ്മൾ പഠിച്ചത് നമുക്ക് ഓർമ്മ ഉണ്ട്, പക്ഷേ A ആണോ B ആണോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ 5 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ഇതേപോലെ 50% തെറ്റാണെന്ന് ഉറപ്പുണ്ടോ, നമ്മളത് എന്തായാലും എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞു. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ A B A B A ഇങ്ങനെ ഇട്ടു 5. ഓക്കെ, A B A B A. നമുക്ക് ആൻസർ അറിയില്ല. നമുക്കിതിൽ ഇതിൽ ഏതൊന്നാണെന്ന് അറിയാം, പക്ഷെ നമുക്ക് ഉറപ്പില്ല. നമ്മൾ കറക്കി കുത്താണ്. ഇതേപോലെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടുമോ? എല്ലാവരും ജസ്റ്റ് കറക്കി കുത്തിക്കൂടാ, ഇഷ്ടമുള്ള പോലെ. നിങ്ങൾക്ക് റാൻഡമായിട്ട് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഭാഗ്യപരീക്ഷണം എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് ചൂസ് ചെയ്തത് പോലെ ഓരോരുത്തർ ചൂസ് ചെയ്യാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഇപ്പോൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ആൻസർ നോക്കുമ്പോൾ എന്താ വരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ബി. അപ്പം ഞാൻ ചൂസ് ചെയ്തതാണ് A, അപ്പോൾ എൻ്റെ തെറ്റിപ്പോയി. ഓക്കെ, രണ്ടാമത്തത് B. ഓക്കെ, അപ്പോൾ അത് ഞാൻ എഴുതിയത് B ശരിയായി. ഓക്കെ, മൂന്നാമത്തത് A, അപ്പോൾ അതും ശരിയായി. നാലാമത്തത് B ആയിരുന്നു, അപ്പോൾ അത് തെറ്റിപ്പോയി. അഞ്ചാമത്തത് B ആണ്, അപ്പോൾ ഞാൻ എഴുതിയത് A ആണ്, അതും തെറ്റിപ്പോയി. അപ്പോൾ എനിക്ക് എത്ര ശരിയുണ്ട്? 2 ശരിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ശരി ഉത്തരത്തിന് 4 മാർക്കാണ്. അപ്പോൾ 2 ശരി ഉത്തരമാകുമ്പോൾ എത്ര മാർക്കാവും? 8 മാർക്ക്. എത്ര എണ്ണം തെറ്റി? 3 എണ്ണം. 1, 2, 3 തെറ്റി. അപ്പോൾ -3. അപ്പോൾ എൻ്റെ ടോട്ടൽ മാർക്ക് എത്രയാണ്? 5. ഓക്കെ, ഇങ്ങനെ ആരൊക്കെ നമ്മൾ ട്രൈ ചെയ്താലും എന്ത് വരില്ല? നമുക്ക് നെഗറ്റീവ് വരില്ല. ഓക്കെ, നമുക്ക് എപ്പോൾ നമ്മൾ ട്രൈ ചെയ്താലും നമുക്ക് എന്താവുള്ളൂ? മാർക്ക് പോസിറ്റീവ് ആവുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 50% എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ആൻസർ ചെയ്യണം. ക്ലിയർ അല്ലടാ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്തോട്ടാ. ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യനും ആയിക്കോട്ടെ, ഏത് പേപ്പറും ആയിക്കോട്ടെ, നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഉള്ളതിൽ 2 എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 2 ഉണ്ടെങ്കിൽ എന്തായാലും ആൻസർ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇത്രയും യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ CUT-PG വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്തിന് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റീസ്, ടോപ്പ് ഫാക്കൽറ്റീസ് ആയിരിക്കും, ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആയിരിക്കും. ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ DU LLBയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 7000 രൂപയാണ് നമ്മളെ ഫീ വരുന്നത് ഇയർലി. അപ്പോൾ നമ്മൾ 8 ലക്ഷത്തിലാണ് നമ്മളുടെ ഇൻകത്തിൽ താഴെ വരുന്നവർക്ക് നമ്മൾ പകുതി പൈസ കൊടുത്താൽ മതി, 3500 രൂപ. ഓക്കെ, അത് നമ്മൾ 4 ലക്ഷമാണ് ഇൻകത്തിൽ താഴെയെങ്കിൽ നമുക്ക് ഫീസ് ഇല്ല, ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് പാസ്സായി പോവുക,
നമ്മളൊരു FSS എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ഉണ്ട്, അതാണ് നമുക്ക് എല്ലാവർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇംഗത്തിൽ താഴെയുള്ള എല്ലാവർക്കും കിട്ടും. അപ്പോൾ എല്ലാവരും പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിസ്സാര പൈസക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. 8 ലക്ഷം താഴെയുള്ളവർക്ക്, ബാക്കിയുള്ളവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. ഡൽഹിയിൽ വരാൻ എക്സ്പോഷർ ഉണ്ടാവും, പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ടാവും, സ്കോളർഷിപ്പ് ഉണ്ടാവും. പിന്നെ ഇതിൽ എക്സ്പോഷർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റേറ്റിലെ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ കുറേ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും, കുറേ നമ്മളെ സർക്കിൾ വലുതാവൂടാ. അപ്പോൾ നമ്മൾ എന്തായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നത് നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ചിട്ട് നല്ല അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. ഓക്കെ, നമ്മളുടെ ലാംഗ്വേജ് ആയാലും നമ്മുടെ പേഴ്സണൊക്കെ ഗ്രോ ആവും. അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞു, ഒരു ശരി ഉത്തരത്തിന് 4 മാർക്കാണ്, തെറ്റുത്തരത്തിന് 1 മാർക്കാണ്. നമ്മൾ ആൻസർ ചെയ്തില്ലെങ്കിൽ എന്തില്ല, മാർക്കൊന്നും പോവില്ല. ഓക്കെ, ഇതാണ് നമ്മളൊരു കൺസെപ്റ്റ്. നമ്മളുടെ എക്സാമിൻ്റെ മാർക്ക് ഇങ്ങനെയാണ്. പിന്നെ 75 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓക്കെ, 4 മാർക്കാണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരിക, 300-ലാണ് വരിക. ടോട്ടൽ 300-ലാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ ടോപ്പ് സ്കോറാണ് നമ്മളുടെ കഴിഞ്ഞ കൊല്ലത്തെ. നമ്മൾ ടോപ്പ് സ്കോർ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഓരോന്നിന് ടോപ്പ് സ്കോർ ഇതൊക്കെയാണ്. MBA-ക്കും CUP-ക്കും അത്യാവശ്യം കൂടുതലാണ്. CUP 11-നും CUP 12-ക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ പേപ്പറുകളാണ്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ടോപ്പ് സ്കോർ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ ചാനലിൽ. ആ ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ സിലബസ് കിട്ടും. ഓരോ ഡൊമെയിൻ ഉണ്ട്, സയൻസ്, MTech, ലാംഗ്വേജ്, ഹ്യൂമാനിറ്റീസ്, കോമൺ, അങ്ങനെ ഓരോരോ ഇതുണ്ട്, ഡൊമെയിൻ ഉണ്ട്. ഈ കോമണിലാണ് നമ്മളുടെ CUP 11 അതുപോലെ പേപ്പറുകൾ വരിക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ ഡൊമെയിൻ ഏതാണോ ആ ഡൊമെയിൻ എടുത്ത് നോക്കുക. ഓക്കെ, ആ ഡൊമെയിൻ നോക്കിയിട്ട് ആ ഡൊമെയിനുള്ള ഓരോ കോഡുകളും നിങ്ങൾ മൈൻഡിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി പോയിട്ട് ആ യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റിൽ നോക്കുക ഏതൊക്കെ കോഡുകളാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോഴ്സുകൾക്ക് വേണ്ടതെന്ന്. ഓക്കെ, ആദ്യം നമ്മൾ ഡൊമെയിൻ എടുക്കുക, ഡൊമെയിനിൽ ചെക്ക് ചെയ്യുക ഏതൊക്കെ കോഡുകളാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതായത് യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യുക അവിടെ ഏതൊക്കെ കോഡുകളാണ് വേണ്ടതെന്ന്. ഓക്കെ, അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ കാര്യം. പിന്നെ ലാസ്റ്റ് ഡേറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, 14-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം ദിവസമില്ല 14-ാം തീയതി ആവാനായിട്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ OBC സർട്ടിഫിക്കറ്റ് അതുപോലുള്ള സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണ്ട, നമ്പർ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്പർ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് 4-5 ദിവസം എടുക്കും. ഓക്കെ, 4-5 ദിവസം എടുക്കും ഇത് അപ്ലൈ ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ദിവസത്തിൽ നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ജനറൽ കാറ്റഗറിയിലൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വെക്കുക. എന്നിട്ട് അതായത് കോഡുകൾ നേരത്തെ പറഞ്ഞ പോലെ ഡൊമൈനിൽ പോയിട്ട് കോഡ് നോക്കിയിട്ട് കോളേജ് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതിൽ നമ്മളെ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് 1400 രൂപയാണ്. ഈ 1400 രൂപക്ക് 2 പേപ്പർ എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒരു പേയ്മെൻറ്റിൽ 2 പേപ്പർ എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ ഓരോ പൈസക്കും നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ നമ്മൾ ഓരോ പേപ്പറിനും നമ്മൾ എക്സ്ട്രാ 700 രൂപ വെച്ചിട്ട് കൊടുക്കണം ജനറൽ കാറ്റഗറി, അല്ലാത്തൊരു 600 രൂപ. അതിൻ്റെ കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്താണ്, ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം, അതെല്ലാവർക്കും അറിയാം. ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കെയർഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക, തെറ്റുകളൊന്നും വരുത്താതെ അപ്ലൈ ചെയ്യുക, കറക്ഷൻ ഒന്നും പിന്നെ മൾട്ടിപ്പിൾ ഫോം അപ്ലൈ ചെയ്യരുത്, ഒരാളൊരു ഫോം ചെയ്യുക. കറക്ഷന് വിൻഡോ ഇല്ലെന്നാണ് പറയുന്നത്, ചില കേസിൽ വിൻഡോ ഓപ്പൺ ആക്കാറുണ്ട്. മാക്സിമം എറർ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യുക, എല്ലാവരും കറക്റ്റായിട്ട് ചെയ്ത് പോവാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുക, ഡൗട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും അപ്ലൈ ചെയ്യണം. പിന്നെ ഇത് പ്രിപ്പറേഷന് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താടാ, നമുക്ക് ലാസ്റ്റത്തെ ഒരു 3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഓക്കെ, ഒരു 3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്ന പാറ്റേൺ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ പാറ്റേൺ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. ഇനി നമുക്കൊരു 2-3 മാസം നമുക്ക് ടൈമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 2-3 മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് PYQ ഓറിയൻറ്റഡ് ആയിട്ട് നന്നായിട്ട് പഠിക്കുക. നമ്മൾ CUP 11 പഠിക്കേണ്ട മെറ്റീരിയൽ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓരോരുത്തർക്കും പേപ്പർ കോഡ് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതായത് സിലബസ് എടുത്ത് നോക്കിയിട്ട് അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ബുക്ക് എന്ത് ചെയ്യുക, കണ്ടുപിടിച്ചിട്ട് അത് പഠിക്കാം, അല്ലെങ്കിൽ PYQ എടുത്തിട്ട് പഠിക്കാം. പിന്നെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതിൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു നമ്മൾ എക്സാം എടുക്കുമ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ, നമുക്ക് ചില ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അത് ചെയ്യാൻ ടൈം എടുക്കൂടാ, ഒരു 2-3 മിനിറ്റ് എടുക്കും. ഓക്കെ, ഈ 2-3 മിനിറ്റ് എടുത്തിട്ട് നമുക്ക് ചിലപ്പോൾ ആൻസർ കിട്ടിയില്ല എന്ന് വരും. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണല്ലോ. അപ്പോൾ ഈ 2-3 മിനിറ്റ് എടുത്ത് നമുക്ക് അത് കിട്ടിയില്ല എങ്കിൽ നമുക്ക് അവസാനമാകുമ്പോൾ നമ്മൾ പറയും, നമുക്ക് സാർ ഇങ്ങനെ ചെയ്ത് നോക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ലാസ്റ്റുള്ള 4-5 ക്വസ്റ്റ്യൻ എന്തായിരിക്കും, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും, മിസ്സായി പോകും. നമുക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നമ്മൾ മിസ്സായി പോകും.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു 2 റൗണ്ടായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് അപ്രോച്ച് ചെയ്യുക. ഫസ്റ്റ് റൗണ്ടിൽ ഒരു 1-2 മിനിറ്റ് എടുക്കുകയുള്ളൂ. ഈ GK, ഇംഗ്ലീഷ് ജസ്റ്റ് ഒന്ന് വായിക്കുക. GK കുറച്ച് ടൈം എടുക്കും, ഇംഗ്ലീഷൊക്കെ പെട്ടെന്ന് തീരും. എന്നാലും ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആൻസർ ചെയ്ത് പോവാം. ഓക്കെ. ഇല്ലെങ്കിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ പറയാം, ഓ ഇത് എനിക്കറിയാലോ എന്ന് തോന്നും. ഒന്ന് ചെയ്ത് നോക്കിയാൽ കിട്ടും തോന്നും. എന്നിട്ട് നമുക്ക് ഒരു 1-2 ട്രയൽ കിട്ടുന്നില്ല, ഒരു 1-1.5 മിനിറ്റ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ മാർക്ക് ഫോർ ദ റിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് എക്സാമിന്, ഒരു ബ്ലൂ ടിക്ക് പോലെ. നമ്മൾ എന്ത് ചെയ്യുക, ആ മാർക്ക് ഫോർ ദ റിവ്യൂ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്തത് ചെയ്ത് പോവുക. എന്നിട്ട് നമുക്കൊരു ഫസ്റ്റ് റൗണ്ട് നമുക്ക് കഴിയും. ഓക്കെ. കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെന്ത് ചെയ്യുക, ഈ മാർക്ക് ഫോർ ദ റിവ്യൂ ഇട്ടത് നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ റൗണ്ടിൽ ചെയ്തത് പോവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ടൈം നമ്മൾ ക്വസ്റ്റ്യൻ മൊത്തം കവർ ചെയ്തു. ബാക്കിയുള്ള ടൈം നമുക്ക് എന്തൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ഓ ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡെസ്പറേറ്റ് ആയി പോകും. നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുറേ ടൈം എടുത്തു, പിന്നെ വെട്ടി, നമ്മൾ ആ ഒരു കോൺഫിഡൻസ് പോകും. അപ്പോൾ നമ്മൾ എക്സാം ഫസ്റ്റ് റൗണ്ട് ഫ്രഷ് ആയിട്ട് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ, ഓക്കെ കിട്ടുന്നില്ല, ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സാം പാടാണെങ്കിൽ എല്ലാവർക്കും പാടായിരിക്കും അവിടെ. നമ്മളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, അപ്പോൾ അത്യാവശ്യം പാടാണെങ്കിൽ പൊതുവെ എല്ലാവർക്കും പാടായിരിക്കും. ചില കേസിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിൽ തെറ്റൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പഠിച്ചതിൽ വിശ്വസിക്കുക, മാർക്ക് ഫോർ ദ റിവ്യൂ ഇടുക, നമ്മൾ അടുത്ത ക്വസ്റ്റ്യന് പോവുക. എല്ലാ ക്വസ്റ്റ്യനും മിനിമം വായിച്ച് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മാർക്ക് ഫോർ ദ റിവ്യൂ ഈ ബ്ലൂവിൽ വന്നിട്ട് ബ്ലൂ ചെയ്ത് നോക്കുക. പിന്നെ സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. അതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക പറയാനുള്ളത്, ഈ എക്സാമിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. മോക്കും മാക്സിമം എടുക്കുക, മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ PIQ വായിച്ചിട്ട് മോക്ക് ടെസ്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കുക. അല്ലെങ്കിൽ കുറേ വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് 11ന്റെ സിലബസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് മെയിനായിട്ട് ഇംഗ്ലീഷ്, GK, റീസണിങ്, മാത്സ്, കമ്പ്യൂട്ടർ ബേസിക്സ്, ഈ 5 ടോപ്പിക്കാണ് നമുക്ക് ബേസിക്സിലുള്ളത് CQP 11ൽ. CQP 12 ആകുമ്പോൾ അതിൽ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ കൂടി വരും. ഓക്കെ. നമുക്കപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ ഇംഗ്ലീഷ് നമ്മൾ മെയിനായിട്ട് നമുക്ക് ഇംഗ്ലീഷിനെ തന്നെ എങ്ങനെ തരത്തിരിക്കാം, വൊക്കാബ്, കോംപ്രിഹെൻഷൻ പാർട്ട്, ഗ്രാമർ. ഓക്കെ. വൊക്കാബ്, കോംപ്രിഹെൻഷൻ, ഗ്രാമർ. നിങ്ങൾക്ക് ടൈം കുറവായത് കൊണ്ട് യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ വീഡിയോ നോക്കിയിട്ട് നിങ്ങളുടെ തന്നെയായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. അതിൽ ബ്ലാക്ക് ബുക്ക് നല്ലതാണ് വൊക്കാബിനായിട്ട്. പിന്നെ അതുപോലെ ഓരോ ബുക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. ഓക്കെ. നമ്മൾ പറയുന്നില്ല, ഇവിടെ എടുത്ത് പറയുന്നില്ല, കാര്യം ഓരോരുത്തരുടേതായ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബേസിക്കലി യൂട്യൂബിൽ കാര്യങ്ങൾ കുറേ അവൈലബിൾ ആണ്, ഇങ്ങനത്തെ സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ. ഞാൻ ബ്ലാക്ക് ബുക്കിലാണ് വൊക്കാബ് നോക്കാറ്. ഓക്കെ. അപ്പോൾ ഡെയിലി സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് തീർക്കുക. ഓക്കെ. പിന്നെ നമുക്ക് അടുത്തത് നമ്മളുടെ GK ആണ്. GK നമ്മൾ ഈ ടോപ്പിക് വൈസ് തന്നെ കവർ ചെയ്ത് പോവുക. ഓക്കെ. നമ്മൾ വാസ്റ്റായിട്ട് പഠിക്കേണ്ട. പിന്നെ കറണ്ട് അഫെയർസ് ഒരു നവംബർ മുതലുള്ള കറണ്ട് അഫെയർസ് എടുത്തു പോകുക. ഒരു മന്ത്ലി കറണ്ട് അഫെയർസ് കവർ ചെയ്ത് പോയാൽ മതി. ഓക്കെ. മന്ത്ലിയുള്ളത് ആദ്യം കവർ ചെയ്യുക, പിന്നെ അടുത്ത നവംബർ നോക്കുക, ഡിസംബർ നോക്കുക, എന്നിട്ട് റിവൈസ് ചെയ്ത് പോവുക. നമ്മൾ പഠിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ. ഓക്കെ. പിന്നെ കമ്പ്യൂട്ടർ ബേസിക്സ്, ഇതിന് അരിഹന്ത് നല്ല ബുക്കാടാ. കമ്പ്യൂട്ടർ ബേസിക്സിന് അരിഹന്ത് നല്ല ബുക്കാണ്. അരിഹന്തിൻ്റെ ഒരു ബുക്ക് നല്ലതാണ്, അതും ടോപ്പിക് വൈസ് വായിച്ചു പോവുക. പിന്നെ നമ്മളുടെ മാത്തമാറ്റിക്സ് ഉണ്ട്. ഓക്കെ. ഇതും ഒരു ഐഡിയ മനസ്സിലാക്കുക, ഓരോ പോർഷൻ എടുക്കുക, അതിൻ്റെ ഐഡിയ മനസ്സിലാക്കിയിട്ട് PYQയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുക. ഓക്കെ. ഓരോന്നിൻ്റെ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് PYQയിലുള്ള മോഡൽ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് പഠിക്കുക. അത് ടൈം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഷോർട്ട് ട്രിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് തപ്പി നോക്കുക, എവിടെയെങ്കിലും ഷോർട്ട് ട്രിക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, എന്നിട്ട് അത് പഠിച്ചു വെക്കുക. ഓക്കെ. അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ സോൾവ് ചെയ്ത് പഠിക്കുക. റീസണിങ് ഒക്കെ നമുക്ക് ചെയ്താൽ കിട്ടുമോടാ, ഇവിടെ റീസണിങ്ങും അതുപോലെ തന്നെ നമുക്ക് ചെയ്താൽ കിട്ടും. പക്ഷേ നമുക്ക് ടൈമാണ് ഇമ്പോർട്ടൻറ്റ്, പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ലോജിക്കൽ റീസണിങ് അതങ്ങനെ പഠിക്കുക, ഇല്ല ടോപ്പിക് വൈസ് തന്നെ പഠിച്ചിട്ട് PYQയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഇത്രയാണ് നമുക്ക് സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ. ഇനി നമുക്ക് ടിസിനെ കുറിച്ചാണ്. ടിസിനെ കുറിച്ച് നമ്മളെ ഫ്രണ്ടും ടിസിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റുമായ അബിക പറഞ്ഞു തരും. ഹലോ, അബിക ഉണ്ടോ, ലൈനിലുണ്ടോ? കേക്കാം അബിക, കേക്കാം. ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ പേര് അബിക ജയകുമാർ. ഞാൻ ആക്ച്വലി ഇപ്പൊ ടെസ്റ്റില് സെക്കൻഡ് സെം ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ആക്ച്വലി ടെസ്റ്റ് CUET വഴി എൻട്രി തുടങ്ങിയിട്ട് ഇപ്പോ 2 years ആയിട്ടുള്ളൂ. പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുന്നത്തെ വർഷമാണ് CUET വഴി ടെസ്റ്റ് എൻട്രി തുടങ്ങിയത്. അതിന് മുന്നേ ടെസ്റ്റ് നെറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ടൈം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ CUET എൻട്രൻസ് എക്സാമിന് ഒരു ബേസിക് കട്ട് ഓഫ് വയ്ക്കും. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവരെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ട്
ഇന്റർവ്യൂ ബേസ് ചെയ്തിട്ടായിരുന്നു എൻട്രി. അപ്പോ എന്തായിരുന്നു വെച്ചാൽ ബേസിക് കട്ട് ഓഫ് മാത്രം ക്ലിയർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം തൊട്ട് നോർമൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലെ തന്നെയായിരുന്നു എടുത്തത്. അതായത് പ്രോപ്പർ മാർക്ക് ബേസ്ഡ് മാത്രമായിരുന്നു. അതുകൊണ്ട് കട്ട് ഓഫ് നല്ല ഹൈ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ചിലപ്പോ ഈ കട്ട് ഓഫുകളൊക്കെ നോക്കുന്ന സമയത്ത് മുന്നത്തെ കട്ട് ഓഫ് ഒക്കെ ആണെങ്കിൽ അത് ഭയങ്കര കുറവായിരിക്കും. കാരണം അത് ജസ്റ്റ് ഇന്റർവ്യൂ കോളിനുള്ള കട്ട് ഓഫ് മാത്രമായിരുന്നു. അപ്പൊ സോ അതൊന്ന് കെയർഫുൾ ആയിരിക്കുക. അത്യാവശ്യം കട്ട് ഓഫ് കഴിഞ്ഞ വർഷം തൊട്ട് അത്യാവശ്യം ഹൈ ആയി വരുന്നുണ്ട്. പിന്നെ ടെസ്സിനെ പറ്റി പറയുവാണെങ്കിൽ സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇപ്പോ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ഡയറക്ട്ലി. മെയിൻലി 4 ക്യാമ്പസ് ഉണ്ട്. മുംബൈ ക്യാമ്പസ് ആണ് മെയിൻ ക്യാമ്പസ്. ഏറ്റവും കൂടുതൽ കോഴ്സ് ഉള്ളതും മുംബൈയിലാണ്. മുംബൈ, തുൽജാപൂർ, ഹൈദരാബാദ് ആൻഡ് ഗുവാഹട്ടി 4 ക്യാമ്പസ് ആണ്. കോഴ്സസ് 4 ഓവർലാപ്പിംഗ് ഇല്ല, ഡിഫറെന്റ് കോഴ്സസ് ആണ്. മേജർലി PG കോഴ്സസ് ആണ്. പ്ലസ് കുറച്ച് UG കോഴ്സസും ഉണ്ട്. കുറവാണ്, പക്ഷെ തുൽജാപൂർ ക്യാമ്പസിലൊക്കെ അത്യാവശ്യം കൂടുതലും UG കോഴ്സസ് ആണ്. ലൈക്ക് BSW അനലിറ്റിക്സിന്റെ ഒരു UG കോഴ്സ് ഉണ്ട്. അങ്ങനെ UG കോഴ്സസും ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പോ മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ സോഷ്യൽ സയൻസ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് അങ്ങനത്തെ കോഴ്സസും ഉണ്ട്. പ്ലസ് ശ്രദ്ധിക്കപ്പെടാതെ BEd MAd ഉണ്ട്, ലൈബ്രറി സയൻസ്, അങ്ങനെ കുറച്ച് അല്ലാത്ത കോഴ്സസും ഉണ്ട് ടെസ്സില്. പിന്നെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഒക്കെ അത്യാവശ്യം ഫ്ലാഗ്ഷിപ്പ് കോഴ്സ് ആണ്. ദെൻ ടെസ് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയി നിൽക്കുന്നതിന്റെ ഒരു റീസൺ ടെസ്സിലെ കരിക്കുലമാണ്. അതായത് ഇപ്പൊ നോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പോലെ നമ്മൾ പഠിച്ചു, എക്സാം എഴുതി അങ്ങനെ എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ ഇപ്പൊ ഫീൽഡ് വർക്ക് ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി എക്സാം ഓറിയന്റഡ് ആണ്. കൂടുതൽ കരിക്കുലവും ലൈക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും പിന്നെ നമ്മളുടേതായ രീതിയിൽ നമുക്ക് എന്താണോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേണ്ടത് അത് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കരിക്കുലമാണ്. ലൈക്ക് അല്ലാതെ പ്യുവർ എക്സാം ഓറിയന്റഡ് അല്ല മൊത്തത്തിൽ. പിന്നെ ഫെസിലിറ്റീസ് എന്നൊക്കെ പറയുവാണെങ്കിൽ ഹോസ്റ്റൽ ഉണ്ട്, പക്ഷെ ക്രൈറ്റീരിയ ഉണ്ട്. പ്ലസ് ലൈബ്രറി ഫെസിലിറ്റി അതെല്ലാം ഉണ്ട്. പിന്നെ അലംനൈ നെറ്റ്വർക്ക് എന്ന് പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കൈൻഡ് ഓഫ് അലംനൈ നെറ്റ്വർക്ക് ഓവറോൾ ടെസ്സിനുണ്ട്. പ്ലസ് ഇൻഡിവിജ്വൽ കോഴ്സസിനും അതിൻ്റെതായ രീതിയിൽ ഉണ്ട്. പിന്നെ ഇഫ് യു ആർ സോ ഡാം ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ടെസ്, ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ തുടങ്ങി വെച്ചു വരുന്നതിന് മുന്നേ. അത് അത്യാവശ്യം നല്ലൊരു ഇതായിരിക്കും. ദെൻ പിന്നെ ഇതിപ്പോ അതിലുണ്ടല്ലോ COQP 11 വഴി എൻട്രി ഉള്ള കോഴ്സസ്, അതിപ്പോ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. സോ എന്റെ കോഴ്സ് ഈ 4th one MA MSc എൻവയൺമെന്റ് ക്ലൈമറ്റ് ചേഞ്ച് സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ് ആണ് എന്റെ കോഴ്സ്. സോ ആ MA or MSc എന്ന് പറഞ്ഞാൽ അത് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സാണ്. സോ നമുക്ക് MA or MSc കിട്ടും. ഇപ്പോ കുറെയൊക്കെ ടീച്ചേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഈ വർഷത്തെ ക്രൈറ്റീരിയ നമ്മളുടെ ഗ്രാജുവേഷൻ എന്തായിരുന്നു, ലൈക്ക് ഞാൻ BSc ആയിരുന്നു, അപ്പൊ എനിക്ക് MSc കിട്ടും. BA ആയിരുന്നെങ്കിൽ MA കിട്ടും. ലൈക്ക് നമ്മൾ ഫർദർ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡിസ്ക്രിപ്പൻസി വരരുത്. ലൈക്ക് BSc പഠിച്ചിട്ട് MA എന്നത് ഒരു ബ്ലാക്ക് മാർക്ക് വരരുത് എന്നുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ ഇതാക്കിയിരിക്കുന്നത്. പിന്നെ കോഴ്സും അതേപോലെ മിക്സ് ഓഫ് സയൻസ് സോഷ്യൽ ആണ്. സോ അങ്ങനത്തെ കോഴ്സസും ഉണ്ട്, പ്യുവർ MA കോഴ്സസ് മാത്രമല്ല. ദെൻ പിന്നെ ടെസ്സിന്റെ തന്നെ ആസ്പിറൻസ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോ ഹോൾ ടെസ് എന്ന രീതിയിലും ഉണ്ട്, അല്ലാതെ കോഴ്സ് ബേസ്ഡും ഉണ്ട്, ചിലത് സ്കൂൾ ബേസ്ഡും ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളും അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോ എക്സാം കഴിഞ്ഞിട്ട് ആണെങ്കിൽ കൂടെ അറിയണം എന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ഒരു ഇതായിരിക്കും. കാരണം അപ്ഡേറ്റ്സ് കറക്റ്റ് ആയിട്ട് കിട്ടും നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന കോഴ്സസ് എന്ന രീതിയിൽ. പിന്നെ ഫീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോഴ്സ് അനുസരിച്ച് മാറും. പിന്നെ ചില കോഴ്സസ് സെൽഫ് ഫിനാൻസ്ഡ് ഉണ്ട്, അതിന് ഒബ്വിയസ്ലി ഫീസ് കൂടുതലാണ്. പക്ഷെ ഇപ്പൊ നേരത്തെ സജത് പറഞ്ഞ പോലെ പ്യുവർ സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ അത്രയ്ക്ക് ഫീസ് കുറവല്ല. കാരണം ടെസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. റീസെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് ആക്കിയിട്ടുള്ളൂ. അപ്പൊ ഫീസ് സ്ട്രക്ചറിൽ ഇതുവരെ അങ്ങനെ വലിയ മാറ്റം വന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഭയങ്കര ഫീ നല്ല അഫോർഡബിൾ ആണ്. പ്ലസ് ഈ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് സ്കോളർഷിപ്പ്, നാഷണൽ സ്കോളർഷിപ്പുകൾ, എല്ലാ സ്കോളർഷിപ്പും ഇവിടെയും ഉണ്ട്. പിന്നെ പ്ലസ് ടെസ്സിന്റെ തന്നെ സ്റ്റുഡന്റ് എയ്ഡ് ഉണ്ട്, അത് അപ്ലൈ ചെയ്യാം. എലിജിബിൾ ആയിട്ടുള്ളവർക്ക് അത് കിട്ടും. പ്ലസ് ടെസ്സിന്റെ അലംനൈന്റെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. സോ അതൊക്കെ അപ്ലൈ ചെയ്യാം. അങ്ങനെ അല്ലാതെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, മെൻഷൻ ചെയ്താണ്. ദെൻ വാട്ട് അത്രയൊക്കെ തന്നെ സ്കോളർഷിപ്സ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ.
അല്ലെങ്കിൽ ചേച്ചി ഇപ്പൊ ഏത് ക്യാമ്പസിലാ നിൽക്കുന്നത്? ലൈക്ക് ഞാൻ പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, താങ്ക് യു ചേച്ചി. ഞാനിപ്പോ നിലവിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിൽ പൊളിറ്റിക്കൽ സയൻസിന് പഠിക്കുക. എനിക്ക് MA ഇന്റർനാഷണൽ റിലേഷൻസ് എടുക്കാനാണ്. സോ അങ്ങനെയുള്ളപ്പോ ടിസ്റ്റ് എനിക്കൊരു ബെറ്റർ ഓപ്ഷൻ ആണോ എന്നാണ്. ഇന്റർനാഷണൽ റിലേഷൻസ് അവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ ഇല്ല. IR പക്ഷെ ഹൈദരാബാദ് ക്യാമ്പസിലുണ്ട്. പക്ഷെ അത് സം ഗവേണൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. പക്ഷെ അത് ഈ മാനേജ്മെന്റ് സെൽഫ് ഫിനാൻസ് കോഴ്സ് ആണ്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ ആ കോഴ്സ് എന്താ വെച്ചാൽ ഫസ്റ്റ് ഇയർ ടിസ് ഹൈദരാബാദിലും സെക്കൻഡ് ഇയർ അത് ഇവിടെ ഓസ്ട്രേലിയയിലുള്ള യൂണിവേഴ്സിറ്റിയുമായിട്ട് ടൈപ്പ്. അപ്പൊ സെക്കൻഡ് ഇയർ നിങ്ങളുടെ കോഴ്സ് അവിടെ ആയിരിക്കും. സോ അതിനനുസരിച്ച് എക്സ്പെൻസീവ് ആണ്. ആ ഹൈദരാബാദ് ഉണ്ട് IR. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ചോദ്യം ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം, ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു അബിക, താങ്ക് യു. ഓക്കേടാ, താങ്ക് യു. ഓക്കെ, നമ്മളുടെ LLB, നമ്മളുടെ ഫാക്കൽറ്റി ഓഫ് ലോയിൽ ഏകദേശം 2800 പ്ലസ് സീറ്റുകളുണ്ട്. ഓക്കെ, നമുക്ക് 3 സെൻറ്ററാണ് വരുന്നത്. ലോ സെൻറ്റർ 1, ലോ സെൻറ്റർ 2, അതുപോലെ തന്നെ ക്യാമ്പസ് ലോ സെൻറ്റർ. നമ്മളെ ക്യാമ്പസ് ലോ സെൻറ്റർ ആണ് നമ്മളെ ഫസ്റ്റ് തുടങ്ങിയ സ്റ്റാർട്ടിംഗ് ഉള്ള സെൻറ്റർ. ബാക്കിയുള്ളതൊക്കെ പിന്നീട് എന്ത് ചെയ്താണ് ആഡ് ചെയ്ത് വന്ന സെൻറ്ററിലാണ്. ഓക്കെ, നമ്മളെ ഫീസ് വരുന്നത് നമ്മൾ പറഞ്ഞു 7000 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, അതിൽ നമുക്ക് സ്കോളർഷിപ്പ് FSS എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ഗ്രാൻസ് ഉണ്ട്, അങ്ങനെ സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു 4 ലക്ഷത്തായുള്ളവർക്ക് ഫീ ഒന്നും അടക്കണ്ട, നിങ്ങൾ ജസ്റ്റ് പാസ്സായി പോയാൽ മതി. ഓക്കെ, പിന്നെന്താ ഇതിൽ ടൈമിംഗ് വരുന്ന പറഞ്ഞാൽ നമ്മളെ ക്യാമ്പസ് ലോ സെൻറ്റർ രാവിലെ ഒരു 8:30 മുതൽ അവർക്ക് ഒരു 4 മണി വരെയാണ് ടൈമിംഗ് പറയുന്നത്. പക്ഷേ 2 മണി വരെ വരാറുള്ളൂ. നമുക്ക് ഇതുവരെ അങ്ങനെ അവർക്ക് 2 മണിക്ക് ശേഷം അങ്ങനെ ക്ലാസ് വന്നിട്ടില്ല, വളരെ റയറായിട്ടേ വരാറുള്ളൂ. ഇതുപോലെ LC1 പറയുമ്പോൾ ലോ സെൻറ്റർ 1ലാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് 2 മണി മുതലാണ് ക്ലാസ് വരുന്നത്, ഒരു 7 മണി വരെയൊക്കെ ക്ലാസ് ഉണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് മിക്കപ്പോഴും ഒരു 4 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 6 മണിക്കൊക്കെ ക്ലാസ് തീരാറുണ്ട്. ഒരു 4 to 6 ക്ലാസ് വരാറുള്ളൂ. പിന്നെ ചില ദിവസങ്ങൾ 3 മണിക്കൂർ 3.5 മണിക്കൂർ അങ്ങനെയൊക്കെയാണ്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ലോ സെൻറ്റർ 1 ആണ്. ഇപ്പോൾ അത് ഓരോ ടൈമിലും ചേഞ്ച് ചെയ്ത് വരും. ഇപ്പോൾ ലോ സെൻറ്റർ 1 അത്യാവശ്യം കുറേ പേർക്ക് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. LC2 കുറച്ച് സ്ട്രിക്റ്റ് ആവാറുണ്ട്. ഈ കഴിഞ്ഞ പോലെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. ഈ ഗവൺമെൻറ്റായിട്ട് നമ്മൾ മെയിൻലി ഗവൺമെൻറ്റായിട്ടുള്ള ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും അതുപോലെ തന്നെ ഓരോന്നിലും ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുമ്പോൾ LC2 അവിടെ നിന്ന് കിട്ടാൻ കുറച്ച് പാടാണ്, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ കിട്ടാനേ. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുക, LC2 രാവിലെയാണ് 8 മണി മുതൽ 2 മണി വരെയാണ്. അപ്പോൾ ചില ദിവസങ്ങൾ അത് 11 മണി 12 മണി കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസം മുഴുവൻ ഫ്രീ ആണ്. നിങ്ങൾക്ക് അത്രയും ഫ്രീ ടൈം കിട്ടും. പിന്നെ ഇവിടെ ഇതിലൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തില്ല, ഈ നാട്ടിലെ കോളേജുള്ള പോലെ നമുക്ക് എന്തില്ല, ഈ സെമിനാർ ഇല്ല, അസൈൻമെൻ്റ് ഇല്ല, പ്രൊജക്റ്റ് ഇല്ല, ഇന്റേണൽ മാർക്ക് പരിപാടികളൊന്നുമില്ല. നമുക്കൊരു 100 മാർക്കിൽ ഒരു എക്സാം ഉണ്ടാവും. ഓക്കെ, അതിൽ നമ്മൾ എന്ത് വാങ്ങാം, 45 മാർക്ക് വാങ്ങിയാൽ നമ്മൾ സെമസ്റ്റർ പാസ്സായി. അത്രയേ ഉള്ളൂ. അത് നമ്മൾ PYQ ഉണ്ട്, നമുക്ക് ഫ്രീക്വൻസി ടേബിൾ ഉണ്ട്. നമ്മൾ ആ ഫ്രീക്വൻസി ടേബിൾ നോക്കി PYQ ഒക്കെ പഠിച്ച് അതുപോലെ തന്നെ നമ്മുടെ സിലബസ് ഒക്കെ അത്യാവശ്യം ക്ലാസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പാസ് ആവണം. ഓക്കെ, നമുക്ക് സുഖമായിട്ട് പാസ് ചെയ്തെടുക്കാം. നിങ്ങൾ ഫസ്റ്റ്ലി ഈ എക്സാമിന് ഫോക്കസ് ചെയ്യുക. ഓക്കെ, COQP 11 അണ്ടറിലാണ് ഇത് വരുന്നത്. നമ്മൾ ഇനി പറയുന്ന എല്ലാ കോഴ്സുകളും വരുന്നത് COQP 11 അണ്ടറിലാണ്. ഓക്കെ, 2800 സീറ്റുകളുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഇന്റേൺഷിപ്പ് ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ എറണാകുളം ജില്ലയിലുള്ളവർക്കാണ് നമ്മൾ എറണാകുളം ഹൈക്കോർട്ട് ഉള്ളത്. ഇവിടെ നമുക്ക് ഡൽഹി ഹൈക്കോർട്ട് ഉണ്ട്, കുറേ ലോവർ കോർട്ടുകളുണ്ട്, സുപ്രീം കോർട്ട് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ സുപ്രീം കോർട്ടിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ലിറ്റിഗേഷൻ, പിന്നെ അതുപോലെ തന്നെ കോർപ്പറേറ്റിലോ കുറേ കമ്പനികൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ കോർപ്പറേറ്റിൽ നോക്കാം. പിന്നെ IPR, കുറേ ഫീൽഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്തിട്ട് നോക്കിയാൽ മതി. ഇപ്പം തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നോക്കിക്കോ. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് 2 മാസമേ ഉള്ളൂ. എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഹോസ്റ്റൽ ഫെസിലിറ്റി കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ 2800 കുട്ടികളുള്ളതുകൊണ്ട് ഹോസ്റ്റൽ കിട്ടാനൊക്കെ അത്യാവശ്യം നല്ല മാർക്ക് വേണം. പക്ഷെ നമ്മൾ ഇവിടെ കുറേ കുട്ടികൾ ഇവിടെ പുറത്താണ് നിൽക്കുന്നത്. ഇപ്പം ഞാനൊക്കെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു മന്ത്ലി ചിലവ് വ്യത്യാസമുണ്ട്, എന്നാലും അപ്രോക്സ് ഒരു 8 to 10 എന്നൊക്കെ പറയാം. നമുക്ക് ചിലവ് വരുന്നുണ്ട് നിൽക്കാനായിട്ട്. നമുക്ക് ആ ഒരു കാര്യം എല്ലാവരും മൈൻഡിൽ വെക്കുക. പിന്നെ ലൈബ്രറി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ അക്കാദമിക്കും, അതായത് ഓരോ സെൻറ്ററിനും ലൈബ്രറി ഉണ്ട്. LC1 ലൈബ്രറി ഉണ്ട്, CLCക്ക് ഉണ്ട്, LC2 സെപ്പറേറ്റ് ലൈബ്രറി ഉണ്ട്. 3 സെപ്പറേറ്റ് ലൈബ്രറി ഉണ്ടെങ്കിലും നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ആർട്സ് ഫാക്കൽറ്റി ലൈബ്രറിയും സെൻട്രൽ ലൈബ്രറി ഉപയോഗിക്കാം. ഓക്കെ, ഈ 2 ലൈബ്രറിയും നമുക്ക് 24 hours ഉണ്ട്.
നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിരുന്ന് പഠിക്കാം. നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ബാക്കി മുഴുവൻ സമയം അവിടെ പോയിട്ട് പഠിക്കാം. നമുക്ക് 6 മാസം കൂടുമ്പോൾ സെമസ്റ്റർ എക്സാം ഉള്ളൂ. അത്രയും സമയം നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് 3-4 hours ക്ലാസ്സിൽ കയറിയിട്ട് പഠിച്ചിട്ട് ബാക്കിയുള്ള സമയം നമുക്ക് വേറെ എന്തെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള പേപ്പർ എഴുതുക, നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, പാർട്ട് ടൈം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫ്ലെക്സിബിൾ ആണ് ടൈം കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ പറയില്ലേ കേരളം മുതൽ കശ്മീർ വരെയുള്ള എല്ലാ കുട്ടികളും ഉണ്ട്. എല്ലാ രീതിയിലുള്ള ലോയും കാര്യങ്ങളും ഓരോരുത്തരുടെ കൾച്ചർ വെച്ചിട്ട് അതായത് സ്ഥലത്ത് വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ പല പല പ്രോഗ്രാമുകൾ, ഡൽഹി ഒരു ഹബ്ബാണ് പ്രോഗ്രാമുകളുടെ. കുറേ പ്രൊജക്റ്റുകൾ, അതിൻ്റെയൊക്കെ ഒരു ഹെഡ് ഡൽഹി തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഓപ്ഷനാണ് ഡൽഹി, നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ചിട്ട്. നമ്മൾ ക്ലാസ്സിൽ പോയി പഠിക്കുക, സി മാർക്ക് വാങ്ങുക, പ്രൊജക്റ്റ് അസൈൻമെൻറ്റ് അങ്ങനെ ഒന്നുമില്ലടാ. നമ്മളൊരു 6 മാസത്തിലൊരു എക്സാം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഏറെക്കുറെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു രീതിയിലൊക്കെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ അത്യാവശ്യം ടൈം കിട്ടുന്ന ഒരു കോളേജാണ് നമ്മളുടെ കോളേജ്. ഇതൊക്കെയാണ് ലോ ഫാക്കൽറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നമ്മളെ ലോ ഫാക്കൽറ്റിനെ കുറിച്ചും എന്തെങ്കിലും? ഇല്ല എന്ന് വിശ്വസിക്കുന്നു അല്ലേ? ചേട്ടാ, എന്നാ നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റിയുടെ കേസ് പറഞ്ഞില്ലേ, അതിന് എന്തൊക്കെയാ ക്രൈറ്റീരിയ വരുന്നത്? ലൈക്ക് അത് നമ്മൾ മാർക്ക് ജസ്റ്റ് മാത്രം? മാർക്ക് വരുന്നുണ്ട്, ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസിന്റെ ബേസിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ കുറച്ച് കുട്ടികൾക്ക് കിട്ടിയായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ. പിന്നെ മാർക്കും ഡിസ്റ്റൻസും തന്നെയാണ് വരുന്നത്. പിന്നെ കാറ്റഗറിയും ഉണ്ട് ഒബിയസ്ലി. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ ഓക്കെ, താങ്ക് യു. പിന്നെ നമ്മൾ അതർ യൂണിവേഴ്സിറ്റീസ് നമുക്കറിയാം, COQP ലെവലിൽ നമ്മളെ DU ഉണ്ട്, TIS ഉണ്ട്. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ വേറെ കുറേ കോളേജുകളുണ്ട്. അതിൽ BHU വരുന്നുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന വരുന്നുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഡൊമൈനിൽ ചെക്ക് ചെയ്യണേ. അതിൽ കോഡ് എടുത്തിട്ട് ഒരു യൂണിവേഴ്സിറ്റി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ ആ കോഡിൽ എന്തൊക്കെ എക്സാമുകളുണ്ട്, ഏതൊക്കെ പേപ്പറാണ് അതിൽ വരുന്നതെന്നുള്ളത് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അതർ യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ LLB കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. കുറേ പേർക്ക് DUയിൽ LLB ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് LLB ചെയ്യാനായിട്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മളുടെ ഡെമോ ക്ലാസ് ആണ് നമ്മളുടെ. ഓക്കെ, അതിന് മുന്നേ കുറച്ച് ബുക്കുകൾ പരിചയപ്പെടുത്തരാം COQP ലെവലിന് പഠിക്കാൻ പറ്റിയ. നമ്മൾ ഈ റീസണിങ്, മാത്സ് അതിനൊക്കെ നമ്മൾ ഈ പിനാക്കിൾ എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്. ഓക്കെ, അത് അത്യാവശ്യം, പക്ഷേ ഈ ഷോർട്ട് ടൈമിൽ അത് പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ മെയിനായിട്ടുള്ള കൺസെപ്റ്റ് പഠിക്കുക, പിന്നെ POQ സോൾവ് ചെയ്ത് പഠിക്കുക, പിന്നെ മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ എടുത്ത് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് തന്നെ POQ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ബാധകമാണ്. POQ കൊടുക്കുക. എന്നിട്ട് കൺസെപ്റ്റ് വേണമെങ്കിൽ പിനാക്കിൾ നല്ല കൺസെപ്റ്റ് ഉണ്ട്, നല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സ് റീസണിങ് പിനാക്കിളിൽ നിന്ന് പഠിക്കാം. ഇംഗ്ലീഷ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് ബുക്ക് ഉണ്ട്. ഈ ബ്ലാക്ക് ബുക്കിൽ നിന്ന് വേണമെങ്കിൽ ടോപ്പ് അതിൽ വൊക്കാബ്സും ഇഡിയംസും ഫ്രെയിംസും അങ്ങനെ ഉണ്ട്. പിന്നെ ന്യൂസ് പേപ്പർ വായിച്ചു തുടങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇംഗ്ലീഷ് ചെയ്യാനുള്ളത്. GK അരിഹന്ത് GKയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും അരിഹന്തിൻ്റെ ബുക്ക് നല്ലതാണ്. ഓക്കെ, അരിഹന്ത് GKയും കമ്പ്യൂട്ടറും. ഇതാണ് മെറ്റീരിയൽസിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് പഠിക്കാനായിട്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഫ്രീ ടെസ്റ്റ് വരാറുണ്ട്, മോക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ നല്ലതായിരിക്കും. നമ്മൾ പിന്നെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്, നമ്മളൊരു ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവും, സ്റ്റഡി പ്ലാൻ ഉണ്ടാവും, വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു 6 വീക്ക് കോഴ്സാണ്. അപ്പോൾ എല്ലാ ആഴ്ചയും ടെസ്റ്റ്, മന്ത്ലി ഫുൾ ടെസ്റ്റ്, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിയിക്കും. നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്കും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട്. കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ, നമ്മൾ ഫൈനൽ സെമസ്റ്റർ സ്റ്റുഡൻസ് ആണ്, അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോൾ ഇനിഷ്യൽ ഫേസ് ആണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മൾ പറയാം, നമുക്ക് എന്ത് ചെയ്യാം, പയ്യെ ഒന്നിച്ചിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എന്ത് ചെയ്യാം, ഒരു കോഡിംഗ് ഡിക്കോഡിംഗ്, നിങ്ങൾ എന്തായാലും വന്നതല്ലേ, നമുക്കൊരു കോഡിംഗ് ഡിക്കോഡിൻ്റെ ഒരു ചെറിയ സെക്ഷൻ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ കോഡിംഗ് ഡിക്കോഡിങ്ങിൽ നമ്മൾ ആൽഫാന്യൂമറിക് എന്ന് പറയും. ഓക്കെ, ആൽഫാന്യൂമറിക് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടോ, നമ്മൾ ABCD എന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതിയിട്ട് നമുക്കതിന് XYZ. ഓക്കെ, നമുക്കതിന് എന്ത് ചെയ്യാം, ഓരോരോ നമ്പറുകൾ ഉണ്ട് അവിടെ. ഇപ്പോൾ A1, B2, C3 അങ്ങനെ. എന്നിട്ട് നമ്മളൊരു കോഡൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഈ ലെറ്ററും നമ്പറും തമ്മിലുള്ളൊരു ഗെയിമാണ് ആൽഫാന്യൂമറിക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ കുറേ പേര് നമ്മൾ പഠിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ ജോട്ടിന്ന് എഴുതിയിട്ട് പഠിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് 1, 2, 3, 4, 26 വരെ നമ്പർ എഴുതിയിട്ട് പഠിക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ നമ്മൾ പഠിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ഇതൊന്ന് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ എഴുതാതെ തന്നെ നമ്മളെ മൈൻഡിലേക്ക് ഒന്ന് ചില രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാൻ പോവാണ്. ഇതിൽ A, B,
സി ഡി ഇ എഫ്, ഇ വരെ ഉള്ളത്. ഓക്കെ, ഈ ഇ വരെ ഉള്ളത് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും, നമ്മളെ മൈൻഡിൽ കിട്ടും. ഓക്കെ, നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എ ബി സി ഡി ഇ ഇതെല്ലാം തന്നെ നമ്മളുടെ എന്ത് ചെയ്യും, മൈൻഡിൽ കിട്ടും. ഇനി എഫ്, എഫ് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുന്നത് എഫ്. ഓക്കെ, നമ്മളെ എഫിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 എഴുതിയ പോലെ ആയില്ലേ, ഒരു 6 തിരിച്ചിട്ട പോലെ. ഓക്കെ, ഒരു 6 തിരിച്ചിട്ട പോലെ ആയില്ലേ എഫ്, ഒരു 6 തിരിച്ചിട്ട പോലെ ഇങ്ങനെ. ഇപ്പോൾ നമ്മളിത് 6. ഓക്കെ, ഇനി ജി, ജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, CR7 ഓർക്കുക. ഓക്കെ, ജി എന്ന് പറയുമ്പോൾ CR7, ജി എന്ന് പറയുമ്പോൾ എന്തോ കണക്ട് ചെയ്യുക, ഗോള്. ഓക്കെ, ജി എന്ന് പറയുമ്പോൾ ഗോള്, CR7 നമ്പർ 7. ഓക്കെ, ജി എന്ന് പറയുമ്പോൾ 7 കണക്ട് ചെയ്യുക. ഇനി എച്ച്, എച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എച്ച് ഇങ്ങനെയല്ലേ എഴുതുന്നത്. അപ്പോൾ എച്ചിന് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ മേലെയും താഴെയും ഇങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെന്തായി 8. എച്ച് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മേലെയും താഴെയും ജസ്റ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ 8. ഇനി ഐ, ഐ നമ്മൾ എഴുതുന്നത് ഇങ്ങനെ ഒരു 0 അല്ലേ മേലെ, നമ്മളിങ്ങനെ ഇട്ടിട്ട് ഒരു 0 മേലെ. ഓക്കെ, അപ്പോൾ അതെന്തായി, ഒരു 9 ആയി. ഓക്കെ, ഇനി അടുത്തത് ജെ. ജെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ J10, നമ്മൾ ബ്രദേഴ്സിനെ വിളിക്കൂലേ, ജ്യേഷ്ഠ എന്ന് വിളിക്കൂലേ നമ്മൾ, ജ്യേഷ്ഠൻ ബ്രദറിനെ. അപ്പോൾ ജ്യേഷ്ഠൻ, ജ്യേഷ്ഠൻ. ഓക്കെ, അത് 10. ഓക്കെ, ഇനി അടുത്തത് കെ. കെ നമ്മൾ കണക്ട് ചെയ്യുക എങ്ങനെയാ, നമ്മൾ പ്രായവരെയൊക്കെ നമ്മൾ വയസ്സായവരെയൊക്കെ വിളിക്കൂലേ, കിളവൻ എന്ന് വിളിക്കൂലേ, നമ്മൾ അങ്ങനെ വിളിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ കണക്ട് ചെയ്യുന്നത് K11. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തത് ലെറ്റർ എല്. ഓക്കെ, എല് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു കുനിപ്പ് പോലെ ഇടാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതൊരു 12 എന്നുള്ള രീതിയിൽ. ഇനി എം ആണെങ്കിലോ, എം ഒരു 3 തിരിച്ചിട്ട പോലെ ഇല്ലേ, ഒരു 3 തിരിച്ചിട്ട പോലെ. അപ്പോൾ എം ഒരു 3 തിരിച്ചിട്ട പോലെ, അപ്പോൾ അത് 13. എന്ന് എൻ്റെ നമ്പർ കൊടുക്കാം, നമ്മൾ കെമിസ്ട്രി വെച്ചിട്ട് നമ്പർ അപ്ലൈ ചെയ്യുമ്പോൾ മാസ് നമ്പർ 14 വരും. ഓ നമ്മൾ 15 ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കടാ. ഓ നമ്മൾ അറബിയിലാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ വേണമെങ്കിൽ 15 നോക്കാം, അല്ലെങ്കിൽ ഓ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ബാക്കി എന്താ, പി. പിയും നമ്മൾ ഈ പറഞ്ഞ പോലെ, എഫ് പറഞ്ഞ പോലെ ഒരു 6 തിരിച്ചിട്ട പോലെ അല്ലേ പി, ഒരു 6 തിരിച്ചിട്ട പോലെ അല്ലേ. പി ഇങ്ങനെ ഇടുന്നത് തിരിച്ചിട്ടാൽ എന്തായി, ഒരു 6 എഴുതിയ പോലെ. അപ്പം എന്തായി, 16. ക്യൂ, ക്യൂ നമ്മൾ ഈ ഒരു സാധനമുണ്ട്, ഈ ഒരു കുനിപ്പ്, അത് വെച്ച് കണക്ട് ചെയ്യുക. 17, ഈ ഒരു കുനിപ്പ്. ഓക്കെ, ഒരു കുനിപ്പ് വെച്ച് കണക്ട് ചെയ്യുക, 17. ഇനി നമ്മൾ 6 നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുക. ഓക്കെ, 18. അപ്പം എന്ത് ചെയ്യുക, ഈ ഒരു 6 ഇതാ, ഈ ഒരു ടച്ച് ചെയ്യുന്ന സാധനം ഇതിങ്ങനെ ലോജിക്കലി ഇട്ടാൽ മതി. അതാ നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, മൈൻഡിൽ അങ്ങനെ അഡാപ്റ്റ് ആയിക്കോളും, അതങ്ങനെ സെറ്റായി കിടന്നോളൂ അവിടെ. പിന്നെ എസ് നമ്മളിങ്ങനെ എസ് എഴുതുന്നത് ചെയ്യാൻ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പം എന്തായത് 19. ഈ 9 എന്നുള്ള സാധനം എസ് ഇങ്ങനെ എഴുതൂലേ, അത് ജസ്റ്റ് ഈ ഒരു ഭാഗം ഇങ്ങനെ ടച്ച് ചെയ്യുക. അപ്പോൾ അതൊരു 9 ആയില്ലേ, ആ ഒരു രീതിയിൽ 19. പിന്നെ ടി എന്ന് പറയുമ്പോൾ 2020. ഓക്കെ, ടി എന്ന് പറയുമ്പോൾ 2020 ക്രിക്കറ്റ് 2020, അതിൽ 20 കിട്ടി. പിന്നെ 2020 യുവരാജ് സിംഗ്, 2020 യുവരാജ് സിംഗ്. അപ്പം എന്തായി, UV, യുവരാജ് സിംഗ് UV. ഇപ്പം 21 22 2020 കിട്ടിയ UV. ഇനി നമ്മളോട് പറഞ്ഞു W എന്ന് പറഞ്ഞാൽ 3 23. ഇവിടെ M 13, W 23. പിന്നെ XYZ നമുക്കറിയാം കിട്ടും, പ്രശ്നമില്ല. XYZ നമുക്ക് ലാസ്റ്റ് 3 ഫസ്റ്റ് 5 എല്ലാവർക്കും കിട്ടും. ഇനി നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ചോദിക്കാം, ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി എല്ലാവരും. ഓക്കെ, സോറി. അപ്പോൾ ചാറ്റ് ബോക്സിലെ ഒരു എമ്മിൻ്റെ വാല്യൂ എത്രയാണെന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. എമ്മിൻ്റെ വാല്യൂ, അതായത് എമ്മിൻ്റെ കറസ്പോണ്ട് ആയിട്ടുള്ള വാല്യൂ എത്രയാണെന്നുള്ള ടൈപ്പ് ചെയ്ത് നോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി എല്ലാവരും. നൈസ്, എം കിട്ടിയില്ലേ. ഇനി കെ എത്രയെന്ന് ഓർമ്മ ഉണ്ടാകും നോക്കി നോക്ക്. കെ എം നമ്മൾ പറഞ്ഞില്ലേ 3. ഓക്കെ, അപ്പോൾ 13. കെ നമ്മൾ എന്താ കണക്ട് ചെയ്തേ, കിളവൻ. ഓക്കെ, കിളവൻ അതിൻ്റെ 11. ഇനി ക്യൂ എന്തായിരിക്കും, ക്യൂ 17. ഓക്കെ, ഇനി നമ്മൾ ഒരു 6 എന്താ വരിക,
6 18. അതെ, 6 നമ്മളിങ്ങനെ എഴുതുന്നു, അതിങ്ങനെ കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി, നമ്മൾ ഓപ്പോസിറ്റ് നമ്പർ എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ABC അങ്ങനെ XYZ എഴുതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് എഴുതാണ് ABC XYZ. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ താഴെ വരുന്നതിനാണ് നമ്മൾ ഓപ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ചില ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്പോസിറ്റ് വെച്ച് നമുക്ക് ചെയ്ത് നോക്കേണ്ട സാഹചര്യം ഉണ്ട്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മളതിൽ ഡിസ്കസ് ചെയ്യും. ഈ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇതും ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, എയുടെ വാല്യൂ 1 ഇസഡിൻ്റെ വാല്യൂ എന്താണ്, 26. അപ്പോൾ 1ഉം 26ഉം കൂട്ടിയാൽ 27 കിട്ടും. ഓക്കെ, ഒരു എക്സാമ്പിൾ എമ്മിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു എന്താണ്, 13. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് 27. അപ്പോൾ ഓപ്പോസിറ്റ് ആവാനായിട്ട് എത്ര നമ്പർ കൂടി കൂട്ടണം, ഒരു 14 കൂടി കൂട്ടണം. ഓക്കെ, 14 കൂടി കൂട്ടണം. അപ്പോൾ എമ്മിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്, എന്നാ വരുന്നത്. ഇപ്പം നമ്മൾ ജി എടുത്തു കഴിഞ്ഞാൽ ജീൻ്റെ വാല്യൂ എന്താണ്, 7. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ടോട്ടൽ 27 വരണം. അപ്പോൾ ഓപ്പോസിറ്റ് എന്തായിരിക്കും, ടി ആയിരിക്കും. ഓക്കെ, അതായത് ഈ ജിയുടെ വാല്യൂ 27 കുറച്ചാൽ മതി, അതിൻ്റെ സം എന്തായിരിക്കും, 27 ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കെയിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. കെയിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരിക, അതെ പി. കെ എന്ന് പറയുന്നത് 11. അപ്പോൾ ഒരു 16 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും, 27 ആവും. ഓക്കെ, പി 16 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 27 ആവും. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കൺസെപ്റ്റ് ഇത്രയുള്ളൂടാ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ച് വെച്ച് നമ്മൾ 1-2 തവണ ഇത് കണ്ട് കഴിഞ്ഞ് നമ്മുടെ മൈൻഡിൽ കയറും. ആൽഫാനുമറിക്ക് അത് നമുക്ക് സെറ്റ് ആവും, ഓപ്പോസിറ്റും കിട്ടും. നമുക്കിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ടെർമിനേഷൻ. ഓക്കെ, നമുക്കൊരു ടെർമിനേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് തന്നിട്ടുണ്ട്, പിന്നെ കറസ്പോണ്ട് ആയിട്ട് കുറച്ച് നമ്പറുകളും തന്നിട്ടുണ്ട്. ടെർമിനേഷനും ഉണ്ട്, കുറച്ച് നമ്പറുകളും ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് മോഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെറ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഈ ലെറ്റേഴ്സ് MOT. ഓക്കെ, ടി ഉണ്ട്, ഒ ഉണ്ട്, എം ഉണ്ട്, പിന്നെ ION. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലായി എന്താണ് ഈ ഒരു വേർഡിൽ നിന്ന് ലെറ്റേഴ്സ്, നമ്മളുടെ ഈ ഒരു ലെറ്റേഴ്സ് ഇതിൽ നിന്ന് എടുത്തേക്കുന്നതാണ്. ഓക്കെ, അതായത് ഈ ഒരു വേർഡിൽ നിന്നാണ് ഈ ലെറ്റേഴ്സ് എടുത്തിട്ട് അതൊരു വേർഡ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു എമ്മിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ എം എത്രാമതാണ് വരുന്നത്, 4ാമതാണ് എം വരുന്നത്. ഓക്കെ, അപ്പോൾ 4ാമത് എം വരുമ്പോൾ നമ്മൾ എമ്മിൻ്റെ താഴെ എന്ത് എഴുതി, 4ാമത് വരുന്ന വാല്യൂ എഴുതി 4. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കി ഓപ്ഷനിൽ, അപ്പോൾ എല്ലാം 4ആണ്. നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് മൈൻഡിൽ വെച്ചിട്ട് പോകുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് മുഴുവൻ ചെയ്ത് നോക്കാതെ ചില സമയത്ത് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടാറുണ്ട് നമുക്ക്. പിന്നെ അടുത്തത് ഓ നമുക്ക് എത്രാമത് വരുന്നത്, ലാസ്റ്റിൽ നിന്ന് 2ാമത് 8. ഓക്കെ, 8. പിന്നെ അടുത്തത് എന്താണ്, ടി വരുമ്പോൾ 1. അപ്പോൾ 481 വരുന്നത് നോക്കുക. ഇപ്പോൾ എ അല്ല ബി ആവാൻ ചാൻസ് ഉണ്ട്, സി അല്ല ഡിയും അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ആയി. ഇവിടെ 3 ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ആൻസർ ആയി, നമുക്ക് മുഴുവൻ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ഡൗട്ട് ഉണ്ടോ, ആർക്കെങ്കിലും ക്ലിയർ ആണെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യാവോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് വേർഡ് എടുത്ത് എഴുതിയെന്നുള്ളൂ നമ്മളെ പൊസിഷൻ നോക്കിയിട്ട്. ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലെ ഒരു വേർഡ് തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് നേരത്തെ പോലെ കുറേ ലെറ്റർ ഒന്നുമില്ല, നമുക്ക് കുറച്ച് ലെറ്റർ ഉള്ളൂ, ഒരു 2 ലെറ്റർ ഇതുള്ളൂ, 2 ഡിജിറ്റുള്ള നമ്പർ ഉള്ളൂ, കുറേ നമ്പറുകളില്ല, 2 ഡിജിറ്റൽ നമ്പർ. ഓക്കെ, ഇവിടെ നമുക്ക് എന്തുണ്ടായിരുന്നു, ഒരു വേർഡിന് കുറേ നമ്പറുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ആ ഒരു വ്യത്യാസം മാറിയിട്ട് ജസ്റ്റ് 2 നമ്പർ. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊന്ന് ആലോചിച്ച് നോക്കിയോ, ഒരൊറ്റ മിനിറ്റിൽ. ഇത് നമ്മൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുമ്പോഴേ നമ്മളതിൻ്റെ ആഡ് ചെയ്ത് നോക്കാം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ജിയുടെ വാല്യൂ എത്രയാണ്, 7. ഓക്കെ, ഒ 15 L 12 F 6. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു ആഡ് ചെയ്ത് തന്നപ്പോൾ 15 അല്ലേ, 12 2 14 6 20, 20 0 സിസ്റ്റം 2 40 വന്നു. ഓക്കെ, നമുക്ക് വേണ്ടത് 44. നമ്മളപ്പോൾ ഇവിടെയും കൂടി ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വന്നത്, 3 2 1 3 വന്നു, 12 12 24 വന്നു, അപ്പോൾ 27. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇവിടെ 40 44 ആയി. അപ്പോൾ ഒരു +4 ആഡ് ചെയ്തിട്ടുണ്ട്,
ഇവിടെ 27 31 അപ്പോൾ ഒരു +4 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ രണ്ട് കണ്ടീഷനിലും എന്താണ് നമ്മളുടെ ലെറ്ററിന്റെ സം എടുത്തിട്ട് ഓക്കെ ഇവിടെയും നമ്മുടെ ലെറ്ററിന്റെ സം എടുത്തിട്ട് ഒരു +4 ചെയ്തേക്കാണ് രണ്ട് കണ്ടീഷനിലും. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് ചെയ്താൽ മതി. ഓക്കെ അപ്പോൾ P 16 L 12 18 A 1 Y 25. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും 8 8 1 9 9 5 14 4 ശിഷ്ടം 1 പിന്നെ 3 2 5 54. ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു +4 ആഡ് ചെയ്തു. അപ്പം എന്തെന്നു 58. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? നേരത്തെ കുറേ നമ്പർ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കിയില്ല, ജസ്റ്റ് കറസ്പോണ്ട് ആയിട്ടുള്ള എഴുതി. ഇവിടെ പക്ഷെ കുറച്ച് നമ്പറാണ് നമ്മൾ ആഡ് ചെയ്ത് നോക്കി. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയാടാ, ഈ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ 2 നമ്പർ ഉള്ളൂ, കുറേ നമ്പർ ഇല്ല. ഓക്കെ ഇവിടെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ ആഡ് ചെയ്യുന്നതിനാൽ എന്ത് വരും, ഇവിടെ 7 15 ആണ്, 7 15. ഓക്കെ G 7 ആണ്, O 15 ആണ്. അപ്പോൾ 22 വരുന്നത്. ഇവിടെയോ 19 8 27. ഓക്കെ 27 5 32. അപ്പോൾ എന്താണ് വരുന്നത്, അത് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ 10 കൂടുതലാണ്, ഇവിടെ 17 കൂടുതലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇങ്ങനെ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ വാല്യൂ ആഡ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് വേറെ എന്താണ് ഓപ്ഷൻ, നമുക്ക് ഓപ്പോസിറ്റ് ചെയ്ത് നോക്കാം. ജീൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും, ജീൻ്റെ ഓപ്പോസിറ്റ് ടി വരും. ജീൻ്റെ ഓപ്പോസിറ്റ് ടി. അപ്പോൾ എന്താണ് 20 പ്ലസ് ഓയിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക, ഓയിൻ്റെ ഓപ്പോസിറ്റ് 12. ഓക്കെ O 15 ആണ്, അപ്പോൾ 27 ആവാനായിട്ട് ഒരു 12 കൂടി വേണം. ഓക്കെ 12 കൂടി വേണം. അപ്പോൾ നമ്മൾ 12 എഴുതി. അപ്പോൾ എന്ത് വന്നു 32. ഇനി ഇതിലോ S 19 ആണ്, അപ്പോൾ 27 ഒരു 8 വേണം, പിന്നെ 8 27 ഒരു 19 വേണം, ഈ 27 ഒരു 22 വേണം. ഓക്കെ അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും 8 2 10 19 19 9 ശിഷ്ടം 1 49. ഓക്കെ ഇനി സമ്മ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, എസിൻ്റെ വാല്യൂ എന്താ 19, 19ൻ്റെ ഓപ്പോസിറ്റ് 8. ഓക്കെ 15ൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക 12. ഓക്കെ M 13 ആണ്, അപ്പോൾ 27 14 വേണം. ഓക്കെ ഈ 5 ആണ്, അത് 22 വേണം. ആഡ് ചെയ്യുമ്പോൾ എന്തൊരു 8 10 10 4 14 2 16 6 ശിഷ്ടം 1 3 2 5 56 ആൻസറായി. ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എടാ ഈ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചു കേട്ടാ, അൺമ്യൂട്ട് ചെയ്തിട്ട്. നമ്മളെ വാല്യൂ കിട്ടിയതും ഇത് ക്ലിയർ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് അത്യാവശ്യം എന്തുണ്ട്, ഓരോന്നിനും കറസ്പോണ്ട് ആയിട്ട് ലെറ്റർ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ പൊസിഷൻ വാല്യൂ ഇട്ട് നോക്കി. അടുത്തതിന് എന്തില്ല, നമുക്ക് അത്രയും നമ്പറുകളില്ല, അപ്പോൾ നമ്മൾ ജസ്റ്റ് പൊസിഷൻ വാല്യൂ ആഡ് നോക്കി. അത് കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു ഓപ്പോസിറ്റ് ആഡ് ചെയ്ത് നോക്കി. പല എന്താണ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണിത്. അടുത്തത് ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ നമ്പർ ഇല്ല, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം പൊസിഷൻ വാല്യൂ ആഡ് ചെയ്യുന്ന കാര്യം ചിന്തിക്കാം. പൊസിഷൻ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 18 ഉണ്ട് 4 ഉണ്ട് 22, അപ്പോൾ അതുമല്ല. ഓപ്പോസിറ്റ് ആണെങ്കിലും ഇവിടെ E ഉണ്ട്, അപ്പോൾ തന്നെ 22 തന്നെ അതുമല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത മെത്തേഡുകളൊന്നുമല്ല ഇവിടെ ചെയ്യേണ്ടത്. നമ്മൾ സിംപ്ലി ആലോചിക്കുമ്പോൾ ഡ്രൈവർ ഇതിൽ എത്ര ലെറ്റർ ഉണ്ട്, വേർഡിൽ 6 ലെറ്റർ, 6 12 ഓക്കെ ഇവിടെ എടുക്കുമ്പോൾ 5 5 10 10 20 എവിടെ എടുക്കുമ്പോൾ 8 16 ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലായി ഈ 3 ലോജിക്ക് ഉണ്ട് നമുക്ക്. ആ 3 ലോജിക്കും നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടാണ് ആൻസർ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ അപ്പോൾ ഇവിടെ 6 ഇരട്ടിയായത് എന്നിങ്ങനെയാണ്, 6 ഇരട്ടിയായി, 10 ഇരട്ടിയായി, 8 ഇരട്ടിയായി. അപ്പോൾ കാറിൻ്റെ വാല്യൂ എത്രയാണ് 3 ലെറ്റേഴ്സാണ് ഉള്ളത്, അതിൻ്റെ ഇരട്ടി എന്താവും 6 ആവും. അതാണ് ആൻസർ വരിക. ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളതെന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇത് ആഡ് ചെയ്യുന്നതല്ല, നമ്മൾ എന്താ ആഡ് ചെയ്യുന്നതാണെങ്കിൽ 3 1 4 18 കുറച്ച് ചെറിയ വാല്യൂ ആണ്. ഇവിടെ 270 ഉണ്ട്. 270 എന്ന് പറയുന്നത് ഒരു വലിയ വാല്യൂ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്താൽ എന്താവില്ല, അത്രയും വാല്യൂ വരില്ല. ഓക്കെ ഓപ്ഷനുള്ളതും നോക്കും 360 250 305 310 അതും വലിയ നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു ഒന്ന് ആലോചിച്ച് നോക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. എങ്ങനെ കണ്ടുപിടിക്കും നമ്മളെ മെത്തേഡ് വെച്ചിട്ട്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതെ നൈസ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുക 3 1 18 നമ്മൾ ഓരോന്നിൻ്റെ വാല്യൂ കൊണ്ട് ഗുണിക്കുക. ഓക്കെ 5 അപ്പോൾ 3 × 18 നമുക്കത് ആദ്യം ചെയ്യാം. 3 18 ഇത് നമ്മളെങ്ങനെ ചെയ്യുക, നമ്മൾ ഗുണിച്ച് നോക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക 18 ഇല്ലേ, ഈ 18നെ നമ്മൾ 10 + 8 എന്ന് എഴുതാം. ഓക്കെ
നമ്മൾ ഗുണിക്കുമ്പോൾ എപ്പോഴും ഏത് നമ്പർ കിട്ടിയാലും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഗുണിക്കാൻ നമ്മൾ മൈൻഡിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേഷൻ പയ്യെ സ്പീഡ് ആയിക്കോളും. അപ്പോൾ നമ്മൾ 3x10 30, 3x8 24. ഓക്കെ, അപ്പോൾ 30ഉം 24ഉം 54. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്തുണ്ട്, 54x5 ഉണ്ട്. അത് നമ്മൾ സെയിം അത് എങ്ങനെ ചെയ്യുക, 50x5 250, 4x5 20. അപ്പോൾ 250ഉം 20ഉം 270. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ആ ലോജിക്ക് തന്നെ ഇവിടെ വരുന്നുണ്ടോ നോക്കാം. 4 × 1 × 18 × 5. ഓക്കെ, അപ്പോൾ 4നെ × 18 എന്ന് പറയുമ്പോൾ എന്ത് വരും, 18ൻ്റെ ഒരു ഇരട്ടിയുടെ ഇരട്ടി. 18ൻ്റെ ഇരട്ടി 36, 36ൻ്റെ ഇരട്ടി 72. 72 × 5. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 70 × 5 എത്രയാ, 7ൻ്റെ 5 35. അപ്പോൾ 70ൻ്റെ 5 350, 2ൻ്റെ 5 10, 350ഉം 10ഉം 360. ആൻസറായി. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാണ്ട് എത്ര ടൈം എടുക്കുന്നത്. ശരിക്കും ഇത് പെട്ടെന്ന് തന്നെ കിട്ടും. ഗുണനാന്ന് മനസ്സിലായ ജസ്റ്റ് ഗുണിക്കുക, എഴുതുക, അത്രേ ഉള്ളൂ പരിപാടി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്യാവോ? ഇതുവരെയുള്ള 5 ക്വസ്റ്റിനും ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് ഒരു 4 ലെറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് കറസ്പോണ്ട് ആയിട്ട് കോഡും തന്നിട്ടുണ്ട്. ഓക്കെ, 4 ലെറ്ററും ഉണ്ട്, 4 കോഡും ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ എങ്ങനെയാണ് ആൻസർ, നമുക്ക് ബൂയിനിലെ ആൻസർ കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, കിട്ടുന്നുണ്ടോ എന്നുള്ളത്. നമുക്ക് ഓരോ ലെറ്ററിനും കറസ്പോണ്ട് ആയിട്ട് നമ്പർ ഉണ്ട്. ഒരു മിനിറ്റ് എടുത്ത് ചെയ്ത് നോക്കിക്കോ. ഇതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാലേ, നമ്മൾ എൻ്റെ വാല്യൂ ACNE ഇല്ലേ, ACNE, എൻ്റെ വാല്യൂ 1 ആണ്, സിൻ്റെ വാല്യൂ 3 ആണ്, എന്നിൻ്റെ വാല്യൂ 14 ആണ്, ഇൻ്റെ വാല്യൂ 5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും 1 3 ആയി. ഓക്കെ, 3 7 ആയി, 14 29 ആയി, 5 11 ആയി. ഇതെന്താ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഈ നമ്പറിനെ × 2 ചെയ്തു. ഓക്കെ, എന്നിട്ട് +1 ചെയ്തു. എല്ലാ നമ്പറിനെയും × 2 ചെയ്തു, +1 ചെയ്തു. അതായത് ഇരട്ടിയാക്കി എന്നിട്ട് +1 ചെയ്തു. അപ്പോൾ ഇരട്ടിയാക്കുമ്പോൾ 2 വരും, +1 ചെയ്യുമ്പോൾ 3 ആവും. ഇത് ഇരട്ടിയാക്കുമ്പോൾ 6 ആവും, +1 ചെയ്യുമ്പോൾ 7 ആവും, ഇരട്ടിയാക്കുമ്പോൾ 28 ആവും, +1 ചെയ്യുമ്പോൾ 29 ആവും, ഇരട്ടിയാക്കുമ്പോൾ 10 ആവും, +1 ചെയ്യുമ്പോൾ 11 ആവും. അങ്ങനെയാണ്. അപ്പോൾ ബോയിൽ എന്ന് പറയുമ്പോൾ 2 15, പിന്നെന്താ 9 12. അപ്പോൾ ഇരട്ടിയാക്കുമ്പോൾ എന്ത് വരും, 4 + 1 5 ആവും. 15 ഇരട്ടിയാക്കുമ്പോൾ 30 + 1 31 ആവും. 18 + 1 19 ആവും. പിന്നെ 25 ആവും, 24 + 1. 5 31 19, 5 31 19 25. ഓക്കെ, ഇതാണ് ആൻസർ വരിക. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് മിക്കപ്പോഴും ചോദിച്ച് കാണുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാ. ഇങ്ങനെ ഒരു വേർഡ് തന്നിട്ട്, ഓക്കെ, നമ്മൾ അതേ ലെറ്റേഴ്സ് തന്നെ റീഅറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളതൊരു കൈൻഡ് ഓഫ് റീഅറേഞ്ച്മെന്റ് ആയിരിക്കും. ഒരു വേർഡ് തന്നിട്ടുണ്ട്, അതിൽ ലെറ്റേഴ്സ് അതേപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം, ഒരു മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ ചില സാഹചര്യത്തിൽ എന്തായിരിക്കും, ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട് പക്ഷേ ഇത് ഡിഫറെൻ്റ് ആയിരിക്കും, അവിടെ ഒരു ഓപ്പറേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ കേസിൽ എന്തില്ല, ഓപ്പറേഷൻ ഇല്ല. കാര്യം നോക്കുമ്പോൾ STR AIGHT AGHD എല്ലാം സെയിം ആണ്. അപ്പോൾ ഓപ്പറേഷൻ ഒന്നുമില്ല, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ലെറ്റർ ഒന്നും മാറാത്തതുകൊണ്ട് ഒരു റീഅറേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ മേലോട്ട് എഴുതുക STR AIGHT, പിന്നെന്താ താഴെ TSARGITH. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണാൻ നമുക്ക് എന്ത് മനസ്സിലാവും, ഇത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ജസ്റ്റ് ഇങ്ങനെ തിരിച്ചെഴുതിയേക്കുക ഈ 2 എണ്ണം വെച്ചിട്ട്, അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. 2 എണ്ണം വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് എഴുതിയേക്കാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്, THURST
SDAY. ഇതപ്പോൾ തിരിച്ചിടുമ്പോൾ എന്തരും HTRUDSYA. HTR ഇതല്ല, HTR ഇപ്പം ഇതുമല്ല. പിന്നെന്താ ബാക്കി? UDS. ഓക്കെ, YA. ഓക്കെ, ഓപ്ഷൻ ബി. കൊള്ളാം, ഒരാൾ ശരിയാക്കിയിട്ടുണ്ട്. നൈസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ സമ്മർ റണ്ണറായി, അപ്പോൾ വിന്റർ എന്താവും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ റീഅറേഞ്ച്മെന്റ് അല്ലടാ. കാര്യം ഇവിടെ എന്താണ്, ഇവിടെ ഒരു ലെറ്റർ മാറിയിട്ടുണ്ട്, പിന്നെ 3 ലെറ്റർ മാറിയിട്ടുണ്ട്. M മാറി, S മാറി. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്ത് എഴുതുക ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ എന്താണ് സമ്മർ. ഓക്കെ, അത് റണ്ണറായി, അപ്പോൾ RUNNER. നമ്മൾ നോക്കുക എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ 19 ആണ്. ഓക്കെ, അതെന്തായിട്ടുണ്ട്? 1 കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ 19 ആണ്, അത് 18 ആയിട്ടുണ്ട്, -1 ആയി. യുക്ക് മാറ്റമൊന്നുമില്ല. M +1 ആയി, ഇതും +1 ആയി. ഇക്ക് മാറ്റില്ല, ആറിന് മാറ്റില്ല. ഓക്കെ, അപ്പം 3 പൊസിഷനിലാണ് മാറ്റം വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളെ വിന്റർ എഴുതി, വിന്റർ. എന്നിട്ട് നമുക്ക് ഒറ്റ ലോജിക്ക് കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുക, ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആൻസർ ആയിരിക്കും. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ വിന്ററിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഫസ്റ്റ് -1 ആണ്, അപ്പോൾ -1 ഉള്ളത് ഉണ്ടോ നോക്കുക. അപ്പോൾ ഉണ്ട്, എന്താണ്? വി. ഓക്കെ, -1 ഉള്ള വി ഉണ്ട്. നമ്മൾ ബാക്കിയുള്ള ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാര്യം എന്താണ്? പിന്നുള്ളത് SW ആണ്. അപ്പോൾ നമുക്ക് ഒരു 10 സെക്കൻഡ് ആണ് ലാഭിക്കാൻ പറ്റുന്നെങ്കിൽ ആ 10 സെക്കൻഡ് ലാഭിക്കാം. കാര്യം അതുപോലത്തെ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 100 സെക്കൻഡായി. മനസ്സിലായി? നമ്മളപ്പോൾ എപ്പോഴും പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ കാര്യം. നമ്മൾ എക്സാമിനൊക്കെ എഴുതുന്ന പോലെ കുറേ വരി വലിച്ച് എഴുതി സ്റ്റെപ്പിനൊന്നും മാർക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി, ഇവിടെ തന്നെ മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ തന്നെ ആൻസർ ചെയ്തിട്ട് പോവാം. ഓക്കെ, പിന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്തിട്ട് മാർക്ക് ഫോർ ദ റിവ്യൂ ഇടാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവസരം നോക്കാൻ കിട്ടിയില്ലെങ്കിലും എന്തായിക്കോളും, അത് ഓട്ടോമാറ്റിക്കലി മാർക്കായിട്ട് കൺസിഡർ ചെയ്തോളും. ഓക്കെ, ക്ലിയർ അല്ലടാ? പറഞ്ഞാലും ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്യാവോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യനില്ലേ സെയിം ഇങ്ങനെ ലെറ്റർ ഒക്കെ ആണെങ്കിൽ എടുത്ത് എഴുതുക. അപ്പം നമുക്കത് കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ക്യാൻഡിൽ എന്തായി? D1OEM2. ഇതെന്തായി എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക എല്ലാവരും. നമ്മൾ നോക്കുമ്പോഴേ ഇതിൽ നമ്മൾ കൺസണൻസും ഉണ്ട്, അതുപോലെ തന്നെ വോവൽസും ഉണ്ട്. ഓക്കെ, വോവൽസിൽ AEIOU ഇങ്ങനെ 5 എണ്ണമാണ് ഉള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ അതിൻ്റെ പൊസിഷൻ വാല്യൂ 1, 2, 3, 4, 5 അതിനിങ്ങനെ ചുമ്മാ കൊടുക്കുകയാണ് AIOന്. ഓക്കെ, ഇവിടെ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഈ കൺസണൻ്റ് ആയിട്ടുള്ളതിന് നമ്മൾ എന്ത് ചെയ്തു? കൺസണൻസിന് +1 ചെയ്തു. വോവൽസ് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ പൊസിഷൻ വാല്യൂന് നമ്പർ കൊടുത്തു. അങ്ങനെ ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ C എന്തായി? +1 ചെയ്തു. ഓക്കെ, A1. N എന്തായി? 14 അത് +1 ചെയ്തു. ഓക്കെ, D എന്തായി? +1 ചെയ്തു. L +1 ചെയ്തു. E അതിൻ്റെ പൊസിഷൻ വാല്യൂ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ തന്നെയാണോ? ഈ ലോജിക്ക് ഇങ്ങനെ നമ്മൾ വിചാരിച്ചു. നമുക്ക് രണ്ടാമത് ഒരെണ്ണം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ തന്നെയാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ അതിലും എന്ത് ചെയ്യുക? ഒന്ന് ട്രൈ നോക്കുക. അപ്പോൾ MN ആയി. അപ്പോൾ എന്താണ്? ഒരു വാല്യൂ കൂടിയിട്ടുണ്ട്. പിന്നെ O 4 ആയി. ഓക്കെ, വോവൽ 4 ആയി. അപ്പോൾ ഓൻ്റെ പൊസിഷൻ വാല്യൂ എന്താണ്? 4. അപ്പോൾ അത് ഓക്കെയാണ്. DE ആയി. ഓക്കെ, പിന്നെ RS ആയി. ഓക്കെ, ഒന്ന് കൂടിയിട്ടുണ്ട്. NO ആയി, ഒന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഈ ഒരു ലോജിക്ക് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് നമ്മളുടെ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുക. ക്വസ്റ്റ്യൻ എന്താ? ബിവെയർ. അപ്പോൾ B എന്താവും? C ആവും. E എന്താവും? പൊസിഷൻ വാല്യൂ 2 ആവും. ഓക്കെ, C2 ഉള്ള 2 ഓപ്ഷനാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ചിന്തിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 എണ്ണം ക്യാൻസൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആൻസർ ചെയ്യണം. ഞാൻ പറഞ്ഞു നേരത്തെ, നമ്മൾ ഒരിക്കലും എന്തെങ്കിലും മാർക്ക് താഴേക്ക് പോവില്ല. പക്ഷെ നമുക്കിവിടെ ബാക്കിയുള്ള ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് W 23 ആണ്. നമ്മൾ 4 ആയി. A എന്ന് പറയുന്നത് 1 ആവും. C2x1. ഓക്കെ, ഇത് 2 ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ D ആണ് ആൻസർ വരിക. ഇത്രയേ ഉള്ളൂ 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ 9 ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ആൽഫ ന്യൂമറിക്കിൽ എന്തെങ്കിലും ഇതുവരെ പറഞ്ഞതിൽ? ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുക, ഒരു മിനിറ്റ് ഒന്ന് എല്ലാവരും ഒന്ന് നോക്കി നോക്കി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഒരു ഒറ്റ മിനിറ്റിൽ ഇതിലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൺസണൻസും വൊവൽസും നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അതിൽ കൺസണൻസ് ഇൻറ്റു 2 ആവുകയാണ്. വൊവൽസിനെ അവരെന്താ ചെയ്യുന്ന പറഞ്ഞാൽ സ്ക്വയർ ചെയ്യാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ മാസ്റ്റർ. ഓക്കെ, ഇപ്പം എമ്മിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം, 13. അപ്പോൾ ഇൻറ്റു 2 26. എൻ്റെ വാല്യൂ എന്താ വന്നേക്കുന്നത്, 1 വന്നേക്കുന്നത്. കാര്യം 1 സ്ക്വയർ 1 തന്നെയാണ്. പിന്നെ എസ് 19 ആണ്, അത് ഇവിടെ നിന്ന് വന്നപ്പോൾ എന്തായി 38 ടി 20 40 ഇ എത്രയാണ് 5 ആണ്, അതിവിടെ 25 6 18 ആണ്, അത് 36 ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബാക്ക് സ്പേസ് ആണ്. പക്ഷേ ഈ ലോജിക്ക് തന്നെയാണോ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ജി എന്തായി 14. ഓ എന്താണ് 15 ആണ്. ഓ എന്താണ് 15 ആണ്. ഓ 15. ഈ 15ൻ്റെ സ്ക്വയർ കാണാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ 15ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ 5 ലാസ്റ്റ് വരുന്നുണ്ടല്ലോ. ഹലോ, കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ ആരെങ്കിലും? കേൾക്കുന്നുണ്ട്. ഓക്കെ, ശരി. ഓക്കെ, 15ൻ്റെ സ്ക്വയർ ആണ് തന്നെ. 1ൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ ഏതാണ്, 2. ആ 2നെ 1 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 2 വന്നു. പിന്നെ 5ൻ്റെ സ്ക്വയർ എന്താണ് 25, 225. ഇനി ഒരു 35 എടുക്കുക. നമ്മൾ ലാസ്റ്റ് 5 വരുന്ന കേസാണ് പറയുന്നത്. 35ൻ്റെ സ്ക്വയർ കാണാനായിട്ട് എന്ത് ചെയ്യുക, 3ന് ശേഷം വരുന്ന നമ്പർ എന്താണ് 4. ഓക്കെ, അപ്പം 3 × 4 12, 5ൻ്റെ സ്ക്വയർ 25. ഓക്കെ, ഇങ്ങനെ എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് 100 വരെയുള്ളതിൻ്റെ സ്ക്വയർ പറയാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളൊരു 47ൻ്റെ സ്ക്വയർ കാണുകയാണ്. നമ്മൾ 4ൻ്റെ സ്ക്വയർ എന്താണ് 16. ഓക്കെ, 4ൻ്റെ സ്ക്വയർ 16 എഴുതി. 7ൻ്റെ സ്ക്വയർ എന്താണ് 49. 7 × 7 4 × 4. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 4 × 7 എന്താ 28. 4 × 7 28 ആണ്. 28ൻ്റെ ഇരട്ടി എത്രയാണ് 56. അതിവിടെ എഴുതാം. എന്നിട്ട് ആഡ് ചെയ്യുക. 9 4 6 10 0 ശിഷ്ടം 1 6 6 12 2 ശിഷ്ടം 1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്കോർ കാണുന്നത്. നമുക്കിതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്നും അറിയാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ 225 ആണ്. ഓക്കെ, നമ്മളുടെ ഒ എന്ന് പറയുന്നത് 15 ആണ്, അതിൻ്റെ സ്ക്വയർ 225 ആണ്. വി 22 ആണ്, അത് 44 വരും. അങ്ങനെ 9 18 അങ്ങനെ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു ലോജിക്ക്. ഇനി നമ്മൾ ബാക്ക് സ്പേസിൽ അപ്പോൾ എന്താവും, ബി 2 ആണ്, അത് 4 ആവും. എ 1 ആവും. സി 6 ആവും. ഓക്കെ, കെ എന്താവും 11 22 ആവും. ഓക്കെ, 416 22 ഓപ്ഷൻ എ. ഇത്രേ ഉള്ളൂ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, പല മോഡൽ കാര്യങ്ങളുണ്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ COQP 11 പരിചയപ്പെടുത്തുക. അതിങ്ങനത്തെ നമ്മളുടെ ഇത് റീസണിങ് ആണ്. ഇതേപോലെ മാത്സ് ഉണ്ട്, GK ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ സിലബസ് ഒക്കെ എടുക്കുക, നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. എന്നിട്ട് നമ്മൾ അതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുക, മുന്നത്തെ PO എടുത്ത് നോക്കുക, ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ഗ്രൂപ്പിൽ ചോദിക്കുക. നമ്മൾ ബാച്ചിൻ്റെ കാര്യം നമ്മൾ ആൾക്കാരനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കും എത്ര കുട്ടികളുണ്ട്, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ബാച്ച് അനൗൺസ് ചെയ്യും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളുടെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിലിടുക. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും CUT-നെ കുറിച്ചോ COQP 11 കുറിച്ചോ നമ്മളുടെ LLB-നെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്? എനിവൺ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ, നമുക്ക് ബാക്കി കാര്യങ്ങൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എക്സാം അപ്ലൈ ചെയ്യുക. ഓക്കെ, നമ്മൾ അധികം ലേറ്റ് ആക്കാതിരിക്കുക എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. നമ്മുടെ വെബിനാറിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ബൈ. ലീവ് ചെയ്തോട്ടാ. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു, ബൈ.